നമസ്കാരം. യാത്രാ വ്ളോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് മൈസൂരിനടുത്തുള്ള അതിപ്രശസ്തമായ ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിലാണ്. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അതായത് ചാമുണ്ടേശ്വരി ക്ഷേത്രം, പിന്നെ ദേവി ക്ഷേത്രമാണ്. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 2026 ഫെബ്രുവരി 17-ാം തീയതി അമാവാസി ടൈമിലാണ്. ടൂറിസ്റ്റുകാരുടെ സ്ഥിര കേന്ദ്രമാണ് ഈ ഒരു ക്ഷേത്രം. അതായത് ദിനം പ്രതി 10,000-കണക്കിന് ആളുകളാണ് ഈ ഒരു ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്നത്. നല്ല ശക്തിയുള്ള ഒരു ക്ഷേത്രമാണ്. വലിയ ഗോപുരങ്ങളാൽ അതിപ്രശസ്തമാണ് ഈ ഒരു ക്ഷേത്രം. ഇവിടെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല, ആർക്കും സന്ദർശിക്കാം. മൈസൂരിൻ്റെ മർമ്മപ്രദേശത്താണ് ഈ ഒരു ക്ഷേത്രം. നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാം. ചുറ്റുപാടും അടിപൊളി മനോഹരമായ ഒരു ക്ഷേത്രമാണ്. ഈ കുന്നിന്റെ മുകളിൽ വെച്ചാണ് ദേവി മഹിഷാസുരനെ കൊലപ്പെടുത്തിയത് എന്നാണ് ഐതിഹ്യം. അപ്പോൾ 7 നിലയുള്ള ഉയർന്ന ഗോപുരത്തിന്റെ വെള്ളി പൂശിയ വാതിലുകളാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രത്യേകത. ഇവിടുത്തെ ആഘോഷങ്ങൾ നവരാത്രി, ആഷാഢ ശുക്രവാര, ചാമുണ്ഡി ജയന്തി തുടങ്ങിയ പ്രധാന ഉത്സവങ്ങൾ വളരെ വിപുലമായിട്ടാണ് ഇവിടെ ആഘോഷിക്കാറുണ്ടോ. അപ്പോൾ മൈസൂർ ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ക്ഷേത്രം സന്ദർശിക്കാൻ ശ്രമിക്കുക. കാരണം അടിപൊളി മനോഹരമായ ക്ഷേത്രമാണ്. നമ്മൾ അവിടുന്ന് ഏകദേശം ഒരു കുറഞ്ഞ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു ക്ഷേത്രത്തിലേക്കുള്ള ദൂരദൈർഘ്യം. മൈസൂർ യാത്ര ഒരു വൈബാണ്. കാരണം നമ്മൾ രാവിലെ തന്നെ ഒരു 6 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് കാണാനുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ അമ്പലം പോലുള്ള അടിപൊളി മനോഹരമായ സ്ഥലങ്ങൾ ഒരുപാട് കാണാനുള്ള ഒരു സ്ഥലമാണ് മൈസൂർ കേട്ടോ. അതിമനോഹരമായ ഒരു കാള. ഇവിടെ കാള ദൈവമാണ്. കാള, പശു ഇതൊക്കെ ഇവിടെ ദൈവങ്ങളാണ്. അവയെ തൊട്ട് കളിക്കാൻ ഇവർ സമ്മതിക്കൂല. കാരണം പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കാളകളും പശുക്കളും. അപ്പോൾ നല്ല അടിപൊളി വെയിലാണ്, ടോപ്പ് വെയിലാണ്. വെയിലൊന്നും കണക്കിലെടുക്കാതെയുള്ള യാത്രയാണ്. കണ്ടില്ലെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ വളരെ ശാന്തമായി നിൽക്കുന്ന ഒരു പശുവാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പം ആരെയും ഉപദ്രവിക്കില്ല. അപ്പോൾ ഇതെന്താണ് സംഭവം എന്നൊന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇവർ എന്തോ ഒരു സംഭവം എന്താണെന്ന് അറിയില്ല. തൊപ്പി എന്തോന്നാണ്. പക്ഷേ ഏതായാലും വരുന്ന ആളുകളുടെ തലയിൽ വെച്ചിട്ട് എന്താ അറിയില്ല, പൂജയുടെ ഭാഗമായിട്ടായിരിക്കും. അപ്പോൾ ഒരുപാട് പിന്നെ ഡ്രിങ്ക്സ്, നമ്മളെ വെള്ളം, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ കിട്ടും. ഇവിടെ നല്ല അടിപൊളി ഇളന്നി ജ്യൂസാണ്. ഇളന്നി ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ വിൽക്കപ്പെടുന്നത്. കരിമ്പുണ്ട്, കരിമ്പ് ജ്യൂസ് ഉണ്ട്.
അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വൻ മാർക്കറ്റാണ്. കച്ചവട സാധനങ്ങൾ കണ്ടില്ലെങ്കിൽ 2 സൈഡിലായിട്ടും പിന്നെ എല്ലാ തരത്തിലുമുള്ള പിന്നെ കരകൗശല ഐറ്റം ഇവിടെ. ഈ നീണ്ടു കിടക്കുന്ന സ്ഥലം കംപ്ലീറ്റ് ഈ കച്ചവടക്കാരാട്ടോ, 2 സൈഡിലും കച്ചവടക്കാരാണ്. അപ്പോൾ തകൃതിയായിട്ടുള്ള കച്ചവടം നടക്കുന്നുണ്ട്. നമ്മൾ കാണാത്തതും കണ്ടതുമായ ഒരുപാട് ഐറ്റം സാധന സാമഗ്രികൾ ഇവിടെ കിട്ടുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ പിന്നെ എന്താ പറയുക, ഫാൻസി ഐറ്റം ആയിട്ടാണെങ്കിലും അല്ലാതെ ആയിട്ടാണെങ്കിലും ഒരുപാട് വെറൈറ്റി പിന്നെ ഫാൻസി ഐറ്റം നമുക്കിവിടെ കാണാൻ പറ്റും.